നമസ്കാരം. ചില അവസരങ്ങളിൽ നമുക്ക് ചുറ്റുപാടും വളരെ മോശമായിട്ട് വരും. പരിസ്ഥിതി മോശമായി വരുമ്പോൾ നമുക്ക് ആരും കാണൂല. നമുക്ക് നമ്മുടെ അവസ്ഥ നല്ലതാണെങ്കിൽ നമ്മോടൊപ്പം ആരെങ്കിലും ഉണ്ടാവും അല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് ചില പ്രചോദനങ്ങൾ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഉണർന്നെണീറ്റ് നമ്മൾ എന്ത് കാര്യം സാധിക്കുന്നോ അത് കൊണ്ടേ വരൂ എന്ന ചിന്തയിൽ മുന്നോട്ട് ഗമിക്കും. അങ്ങനെ ഒരു വനിതയെപ്പറ്റി എനിക്ക് അറിയാൻ അവസരം ലഭിച്ചു. ഉത്തരേന്ത്യയിലെ ഒരു ലക്നൗവിൽ അംബേദ്കർ നഗർ എന്ന് പറയുന്ന ഒരു ജില്ലയിൽ ഒരു പെൺകുട്ടി ജനിച്ചു. അവളുടെ അച്ഛൻ സൈനിക വിഭാഗത്തിൽ ഒരു എഞ്ചിനീയറായിരുന്നു. അമ്മയാണെങ്കിൽ ഹെൽത്തിലൊരു സൂപ്പർവൈസറായിരുന്നു. അവൾക്ക് 3 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. അവൾക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഒരു അനിയനും ഉണ്ടായിരുന്നു. പിന്നെ അവരങ്ങനെ വളർന്നു വന്നു. ചെറിയ പ്രായത്തിൽ തന്നെ അവളെ കല്യാണവും കഴിച്ച്. ഉത്തരേന്ത്യയിലൊക്കെ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് അവർക്ക് പെൺമക്കളൊക്കെ വളർന്നു വന്നാൽ പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്നുള്ളൊരു ചിന്ത വരും. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് അവൾ ബിരുദമൊക്കെ എടുത്തു. അങ്ങനെ എനിക്ക് അവൾക്ക് സൈന്യത്തിൽ ചേരാൻ ഭയങ്കര ആഗ്രഹമാണ്. അതിനുവേണ്ടി അവൾക്ക് ശ്രമിച്ചു. അങ്ങനെ അവൾക്ക് CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ അവൾക്ക് ഒരു കോൺസ്റ്റബിളായിട്ട് ഒരു കോൾ ലെറ്റർ വന്നു. അത് ഡൽഹിയിലേക്ക് അവൾക്ക് അതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി പോകണം. അങ്ങനെ അവൾ പത്മാവതി എക്സ്പ്രസ്സിൽ ഉത്തർപ്രദേശിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവളുടെ സാധാരണ പെൺകുട്ടികളാകുമ്പോൾ കഴുത്തിലൊരു ചെയിനൊക്കെ കാണുമല്ലോ, അത് അവളെ അമ്മ വാങ്ങി കൊടുത്തതാണ്. അപ്പോൾ ആ ചെയിൻ ഇട്ടുകൊണ്ടാണ് അവൾ യാത്ര ചെയ്യുന്നത്. ആ ട്രെയിനിൽ ഒരു കൊള്ളക്കാരനുണ്ടായിരുന്നു. ആ ആൾ വന്ന് അവളെ ചെയിൻ പിടിച്ചപ്പോൾ അവളുടെ ഫുൾ ശക്തി ഉപയോഗിച്ച് എതിർത്തു. അപ്പം ഇയാൾ എന്ത് ചെയ്തു? കൂടെയുള്ള കൊള്ളക്കാരന്മാരെയൊക്കെ പ്രത്യേക ശബ്ദം ഉണ്ടാക്കി വിളിച്ച് അവന്മാരെല്ലാം കൂടെ വന്ന് അവളെ ഉപദ്രവിച്ച് അവളെ കയ്യിലുണ്ടായിരുന്നതെല്ലാം തട്ടിപ്പറിച്ചിട്ട് അവളെ എടുത്തങ്ങ് ദൂരെ എറിഞ്ഞു. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് എടുത്ത് വെളിയിലോട്ട് എറിഞ്ഞു. ആ ട്രെയിനിൽ ആൾക്കാരുണ്ടായിരുന്നിട്ട് പോലും ഒരു മനുഷ്യൻ അവൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും ഉണ്ടായിരുന്നില്ല, തിരിഞ്ഞു നോക്കിയില്ല, അവളെ രക്ഷിക്കാനും പോയില്ല. അങ്ങനെ അവൾ വെളിയിൽ എറിഞ്ഞപ്പോഴത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനല്ലേ, അവളുടെ ദേഹത്തിൽ പല ഒടിവുകളെല്ലാം വന്നു. അവൾക്ക് ആ പാളത്തിൽ വീണപ്പോൾ അവൾക്ക് എണീക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എഴഞ്ഞെഴഞ്ഞ് നീങ്ങി വന്നപ്പോൾ ഈ ദൂരേന്നൊരു ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടവൾ. അപ്പോൾ അവൾ എങ്ങനെയെങ്കിലും പാളത്തിൽ നിന്ന് വെളിയിൽ ചാടാൻ വേണ്ടി നോക്കിയതും അവൾ ഒരു കാല് പാളത്തിലായിപ്പോയി. അങ്ങനെ ആ ട്രെയിൻ അവളുടെ കാലിൽ കൂടെ കയറി ഇറങ്ങി. അവൾ അവിടെ കിടന്ന് സകല ദൈവങ്ങളെയും വിളിച്ചു. അവൾക്ക് ആരും രക്ഷിക്കാനില്ല. ദൈവത്തെ ഹൃദയത്തിൽ പതിപ്പിച്ചുകൊണ്ട് അവൾ വിളിച്ചു. അവൾ വളരെ സങ്കടപ്പെട്ടു. ചോര വാർന്നൊഴുകിയ ആ ശരീരത്തിൽ ചതയെല്ലാം എലികൾ വന്ന് കടിച്ച്. അത്രയ്ക്ക് വളരെ ദയനീയമായിരുന്നു ആ അവസ്ഥ. വളരെ സമയം കഴിഞ്ഞതിന് ശേഷം റെയിൽവേയിൽ ഒരു ഉദ്യോഗസ്ഥ അവളെ കണ്ടു. അവളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലാക്കി. അതാണെങ്കിൽ വളരെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഹോസ്പിറ്റലിലാണ് ഇവളെ കൊണ്ടുപോയത്. പക്ഷേ കാല് പെട്ടെന്ന് മുറിച്ച് മാറ്റേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അവിടെ ഈ അനസ്തേഷ്യ കൊടുക്കാൻ സൗകര്യമില്ലാത്തൊരു ഹോസ്പിറ്റലായിരുന്നു എങ്കിലും അനസ്തേഷ്യ കൊടുക്കാതെ തന്നെ അവളെ കാല് മുറിച്ച് മാറ്റേണ്ടി വന്നു. അവൾ ഇന്നും പറയുന്നത് ഇത് 2011 നടന്ന സംഭവമാണ്. അവൾക്ക് ആ കാര്യത്തെപ്പറ്റി അവൾക്ക് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയെന്നാണ് പറയുന്നത്. ഇവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയപ്പോഴത്തേക്ക് ഇവൾ ആരാണെന്ന് അറിയണമല്ലോ. അവളുടെ ബാഗെല്ലാം പരിശോധിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് പ്രശസ്ത വോളിബോൾ താരമായ അരുണിമ സിൻഹയാണെന്ന്. തുടർന്ന് അവിടെയുള്ള ചികിത്സയ്ക്ക് ശേഷം അവളെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റി. അവളെ ഓപ്പറേഷനെല്ലാം അനസ്തേഷ്യ കൊടുക്കാതെ തന്നെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവൾക്ക് എയിംസിലേക്ക് മാറ്റി. അവിടെ തുടർന്നുള്ള ചികിത്സയെല്ലാം അവിടെയാണ് ചെയ്തത്. ആ ഹോസ്പിറ്റൽ കിടക്കയിൽ അവൾക്ക് ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ അവിടുത്തെ ഒരു നേഴ്സ് ഒരു പേപ്പർ കൊണ്ട് കൊടുത്തു. അപ്പോൾ അത് അവളിങ്ങനെ തുറന്നു നോക്കിയതും
ഹർഭജൻ സിംഗ് എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ഫോട്ടോയാണ് കണ്ടത്. ആ മനുഷ്യന് 2010 ക്യാൻസർ വന്നു. ഇപ്പോൾ ക്യാൻസർ വന്ന് രക്ഷപ്പെട്ട് കളിക്കളത്തിൽ ഇറങ്ങി അവൻ ജയിച്ചു എന്നുള്ള വാർത്തയാണ് അവൾ കണ്ടത്. അപ്പോൾ അവൾ പെട്ടെന്ന് ആലോചിച്ചു, അവൾക്കൊരു പ്രചോദനം അതിൽ നിന്ന് കിട്ടി. സുഖമില്ലാതെ ഇരുന്ന് ക്യാൻസർ വന്ന ആള് അത് ചികിത്സിച്ച് രക്ഷപ്പെട്ട് കളിക്കളത്തിൽ ഇറങ്ങി അവൻ വിജയിച്ചുവെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല? എന്തുകൊണ്ട് എനിക്കും എവറസ്റ്റ് കീഴടക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത അവളുടെ മനസ്സിൽ വന്നു. അവൾ അത് ആരോടും പറഞ്ഞില്ല. കാരണം എന്തെന്നറിയാം, ഇന്നത്തെ നാട്ടു നടപ്പനുസരിച്ച് ആൾക്കാർ പറയും, നീ ഈ ഒറ്റക്കാലം കൊണ്ടാണ് എവറസ്റ്റ് കയറി പോണത്. സാധാരണ സ്ഥലത്ത് കൂടെ പോലും നിനക്ക് നടക്കാൻ പറ്റൂല. അപ്പോൾ നീ ഒറ്റക്കാലം കൊണ്ട് എങ്ങനെ എവറസ്റ്റ് കീഴടക്കാൻ പോകും എന്ന് പറഞ്ഞതുകൊണ്ട് എന്നും ആൾക്കാർ പറയും. അതുകൊണ്ട് ആരോടും പറഞ്ഞില്ല. ഈ ആശുപത്രി കടക്കയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പം ഇവളെ പറ്റി പല കഥകളും പ്രചരിക്കാൻ തുടങ്ങി. എന്തെന്ന് വെച്ചാൽ ഇവൾ ആത്മഹത്യ ശ്രമിച്ചത്, ഇവൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തപ്പം ഉദ്യോഗസ്ഥർ വിരട്ടിയതുകൊണ്ട് ഇവൾ രക്ഷപ്പെടാൻ വേണ്ടി ട്രെയിനിൽ നിന്ന് ചാടിയത്, ഇങ്ങനെ പല കഥകളും പരന്നു. അപ്പോൾ അവൾ അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. പക്ഷെ അവൾ യഥാർത്ഥ സംഭവം പൊതുജനം അറിയണമെന്ന് പറഞ്ഞ് അവൾ ഒരു പുസ്തകം എഴുതി. അത് മാത്രമല്ല, ഇത് പുറം ലോകത്തിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവൾ എല്ലാ കാര്യങ്ങളും മറ്റ് മാധ്യമങ്ങളിലൊക്കെ അവൾ അറിയിച്ചു. അത് കഴിഞ്ഞിട്ട് അവൾ ഈ ആശുപത്രി കിടക്കയിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലെത്തിയപ്പോൾ നേരെ പോയത് ഒരു വനിത, ബജേന്ദ്രി പാൽ എന്ന് പറയുന്ന ഒരു വനിത എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ട്, അവരുടെ അടുത്തേക്കാണ്. അവിടെ ചെന്നപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തു, കൂടുതൽ പ്രചോദനം കൊടുത്തു. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രക്കിങ്ങിനൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവൾക്ക് പറഞ്ഞു കൊടുത്തു. അതനുസരിച്ച് അവൾ 2012 മുതൽ അവൾ ട്രെയിനിങ് തുടങ്ങി. 2013 ആണ്ടിൽ അവൾ എവറസ്റ്റ് കീഴടക്കി. എന്നിട്ട് അവൾ വെറുതെ ഇരുന്നില്ല. അവൾ പിന്നെ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ് എന്ന് വേണ്ട പല സ്ഥലങ്ങളിലും അവൾ ഉള്ള കൊടുമുടികളെല്ലാം അവൾ കയറി. അത് പോയിട്ട് 2019 അന്റാർട്ടിക്കയിലുള്ള ഒരു കൊടുമുടിയിൽ കയറി. ഇപ്പോഴും അവളുടെ ആ പ്രയത്നം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 2015 ഇന്ത്യ ഗവൺമെൻറ് അവൾക്ക് 4ാമത്തെ വലിയ ബഹുമതി ആയ പത്മശ്രീ കൊടുത്ത് ആദരിക്കുകയും ചെയ്തു. അപ്പം എല്ലാ മനുഷ്യർക്കും എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും. ഈ ഒരു കാല് കൊണ്ട് അവൾ എവറസ്റ്റ് കീഴടക്കി. അത് പോയിട്ട് പല കൊടുമുടികളും കീഴടക്കി. അങ്ങനെ ഈ അരുണിമ സിൻഹയ്ക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവർക്കും പലതും ചെയ്യാൻ പറ്റും. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ഏത് മനുഷ്യനായാലും ആ മനുഷ്യൻ ഭൂമിയിലേക്ക് ജനിച്ച് വരുമ്പം തന്നെ ആ മനുഷ്യൻ ഏതൊക്കെ വഴിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ദൈവത്തിനൊരു തീരുമാനമുണ്ട്. അപ്പോൾ അതിന് ചില നിമിത്തങ്ങൾ വരും. അപ്പോൾ പലരും ചോദിക്കും, ദൈവത്തിന് എവിടെ ട്രെയിനിൽ കയറ്റി വെളിയിൽ എടുത്ത് ചാടി ഇടാതെ ചെയ്യാൻ പറ്റുമെന്ന്. അതും സംഭവിക്കാനിരുന്നതായതുകൊണ്ടാണ് സംഭവിച്ചു പോയത്. അത് കഴിഞ്ഞിട്ട് ഒരു കാലുള്ള ഒരു വനിത എവറസ്റ്റ് കീഴടക്കി, അത് കഴിഞ്ഞ് പല കൊടുമുടികളും കീഴടക്കി എന്ന് പറയുമ്പോൾ അത് തന്നെ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വലിയൊരു സംഭവമാണ്. ആ നിലയിൽ അവളെ ഉയർത്തി. എത്രയോ പേർ ആഗ്രഹിച്ചിട്ട് സാധിക്കാത്ത പല പടവുകളും ചാടിക്കടന്ന് ജയിച്ച് പലരെയും പിന്നിലാക്കി മുന്നിലായ ഒരു വ്യക്തി. ആ സ്ത്രീക്ക് ഇങ്ങനെ ഒരു അപകടം വരുമ്പോൾ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ഒരു നിർണയമുണ്ട്. ദൈവത്തിനൊരു പദ്ധതി ഒരാളിലുണ്ടെങ്കിൽ ആ വ്യക്തിയെ പരീക്ഷണ ഘട്ടത്തിലൂടെ കൊണ്ടുപോകും. ആ പരീക്ഷണ ഘട്ടത്തിലൂടെ കൊണ്ടുപോയി ഈ കഷ്ടതകൾ സഹിച്ച് നിൽക്കാൻ പറ്റുന്ന വ്യക്തിയെ ദൈവത്തിനറിയാം. ആത്മാവിൻ്റെ ചിന്തകളെ പരിശോധിക്കുന്ന ദൈവമുണ്ട്. നമ്മുടെ ആത്മാവിനെ പരിശോധിക്കാൻ മറ്റുള്ള മനുഷ്യന് കഴിയില്ല, ദൈവത്തിന് കഴിയും. ആ ദൈവം ആത്മാവാണ്. അതുകൊണ്ട് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായിട്ട് കൂടി വരും. ഈ അപകടം അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി. അത് മറ്റുള്ളവർക്കൊരു പ്രചോദനം. മറ്റുള്ളവർ ഇതുപോലെ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവർക്ക് അത് നേടാൻ കഴിഞ്ഞെങ്കിൽ എനിക്കും അത് നേടാൻ കഴിയും എന്നുള്ളൊരു ഒരു പ്രചോദനം. അത് ദൈവം ഓരോരുത്തരെ ഈ സാക്ഷ്യമായിട്ട് നിർത്താൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ഒരു ശക്തി ഇവരിൽ കൂടെ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവത്തിനൊരു ശക്തിയുണ്ട്. ആ ശക്തി പകർന്നിട്ട് അവരെ എടുത്ത് ദൈവം ഉപയോഗിക്കും. അരുണിമ സിൻഹ എന്ന ഈ വ്യക്തിക്ക് ഒരു കാലുകൊണ്ട് എവറസ്റ്റ് കീഴടക്കാൻ കഴിഞ്ഞു എങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഈ അപകടങ്ങൾ തന്നെ വേണ്ട, അപകടങ്ങളല്ല, ഒരു മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് ആ മനുഷ്യൻ ഉണർന്നെഴുന്നേൽക്കുന്നത്. തനിക്ക് ജീവിക്കണം, തനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഉയർന്നു നിൽക്കണം എന്നുള്ള ആ ചിന്ത വരികയും അവർ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നെഴുന്നേൽക്കുകയും ചെയ്യും. ഒരു ഇന്ത്യൻ പർവ്വത ആരോഹകയും കായിക താരവുമാണ് അരുണിമ സിൻഹ. ഒറ്റക്കാലുകൊണ്ട് ലോകത്തിലെ പല പർവ്വതങ്ങളും കയറിയ, പ്രധാനമായി ഇന്ത്യയിലെ എവറസ്റ്റ് കൊടുമുടി കയറിയ ആദ്യ വനിതയാണ് അരുണിമ സിൻഹ. മൗണ്ട് എവറസ്റ്റ് അത് ഏഷ്യ ഭൂഖണ്ഡത്തിൽ, കിളിമഞ്ചാരോ പർവ്വതം ആഫ്രിക്ക, മൗണ്ട് എൽബ്രസ് യൂറോപ്പ്, മൗണ്ട് കോസിയുസ്കോ ഓസ്ട്രേലിയ, അക്കോൺ കാഗ്വ ദക്ഷിണ അമേരിക്ക, ഡെനാലി വടക്കേ അമേരിക്ക, വിൻസെൻ്റ് മാസിഫ് അന്റാർട്ടിക്ക. ഇതൊക്കെയാണ് അരുണിമ സോനു സിൻഹയുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ.